ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ പുതിയ പാട്ടായ ഷാദി മസ്തി എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാലിയിലാണ്. ടടടേ. ബാലിയിലെ ഒരു റിസോർട്ടിലാണ്. അപ്പോൾ നബീലാണ് ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത്. കണ്ടിട്ട് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അപ്പോൾ നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതാണ് നമ്മളെ റൂം. ഇവിടെ ഒരു ടീമുണ്ട്, പിന്നെ ഇവിടെ നബീലും, പിന്നെ നമ്മളവിടെ ഉള്ള ഷിബിലും, പിന്നെ ജാഷിമുണ്ട്. പിന്നെ എൻ്റെ റൂമിൽ മിക്കുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഈ വ്ളോഗിൽ നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല ഈ അടുത്ത് നടന്ന സൗണ്ട് പോയി ഈ അടുത്ത് നടന്ന സോറി ഈ അടുത്ത് നടന്ന നല്ല നല്ല കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് ഷാദി മസ്തിനുള്ള അതായത് ഒരു സമ്മറി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് സംഭവം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വളരെ വളരെ വളരെയധികം സന്തോഷമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ വിഷ് കിട്ടിയതിലും. നിങ്ങൾ കുറച്ച് വീട്ടിലോട്ട് കുറച്ച് ഗിഫ്റ്റ് അയച്ചവരുണ്ട്, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നാട്ടിലില്ല, അതുകൊണ്ട് ഞാൻ ഉമ്മ അയച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് വിഷ് ചെയ്ത് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ എന്തായാലും തരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് നെറ്റിൻ്റെ ഇഷ്യൂസ് കുറേ ഉണ്ടായി. ഞാൻ ഇപ്പോൾ ആകെ ഇൻസ്റ്റയിൽ കയറുന്നത് സ്റ്റോറി ഇടാനാണ്. കാരണം ബാലിയിലായതുകൊണ്ട് നെറ്റ് വൈസ് കുറേ പ്രശ്നങ്ങൾ. കാരണം നാട്ടിലത്തെ സിം അല്ലല്ലോ. ഇപ്പോൾ ഇവിടുത്തെ സിം എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഓണാക്കിയാൽ പെട്ടെന്ന് ഡാറ്റ തീർന്നാൽ ഞാൻ പെടും. അപ്പോൾ അത്യാവശ്യം ഘട്ടങ്ങളിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്നും മനസ്സിലുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ നോക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ഥലം നോക്കണം എവിടെയെങ്കിലും ഇരുന്ന് പറയാൻ. കാരണം ഞാൻ നല്ല നേരത്തെ ഉറങ്ങിയോണ്ട് നേരത്തെ എണീറ്റു. രാവിലെ 5 മണി 6 മണിക്ക് എണീറ്റു. അപ്പോൾ ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളടുത്ത് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇപ്പോൾ എനിക്ക് ക്യാമറ പിടിച്ച ഒരാളില്ലാത്തതുകൊണ്ട്, അതായത് കുറച്ച് നേരം ഇങ്ങനെ സ്റ്റില്ലായി സംസാരിക്കാൻ വിചാരിച്ചു കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഞാനൊരു ലൊക്കേഷൻ നോക്കുകയാണ് എവിടെയാണ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് സെറ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ റൂം ആദ്യം കാണിച്ചിട്ട് കേട്ടോ ഉള്ളത്. മാഷാല്ലാ, അടിപൊളി വ്യൂ കേട്ടോ അവിടെ. ബാലി, ഇതാണ് നമ്മളെ റൂം. ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക, പക്ഷേ ക്യാമറ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. മിക്കി ഉണ്ട് കേട്ടോ. അത് മിക്കി ഹായ് കൊടുക്ക്. യെസ്. അപ്പോൾ ഞാൻ എന്തായാലും കാര്യങ്ങളോട്ട് പറഞ്ഞു തുടങ്ങാം. അതായത് കുറേ ആൾക്കാർ കുറേ ചോദ്യങ്ങളായി അതിനുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തുടങ്ങാം. ഞാൻ ഇവിടെ എന്തായാലും ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് പറയാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ ടാസ്ക് എന്താ വെച്ചാൽ ഇവിടെ ഫോൺ വെക്കാൻ പറ്റില്ല. ഞാൻ കുറേ ശ്രമിച്ച്, പക്ഷേ ഫോൺ എങ്ങനെ വെക്കാൻ പറ്റില്ല. ഇവിടുന്ന് ആളുകൾക്ക് ഈ സാധനം ഇങ്ങനെ വീഴുകയാണ്. ഞാൻ പല പല ഐഡിയാസ് ഇട്ട് നോക്കിയെങ്കിലും എല്ലാം പാളി. അപ്പോൾ എന്താ വെച്ചാൽ മിക്ക പറഞ്ഞ ഓൻ തന്നെ പിടിച്ചരാന്ന്. കുറച്ച് സമയം എടുക്കുമെങ്കിലും ഓൻ പിടിച്ചാലും. പക്ഷേ തോന്നുന്നത് അധികം ഉണ്ടാവില്ല, പെട്ടെന്ന് തീരും. കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയില്ല അത് എത്രത്തോളം നീളുന്നു അല്ലെങ്കിൽ എത്രത്തോളം കുറയുന്നു. കാരണം ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ മറക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിസ്സാവേണ്ടിയിരിക്കാൻ. പക്ഷേ ഇനിയിപ്പോൾ അതിലും മിസ്സാവും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും അതായത് നിങ്ങളെ പറ്റി പറഞ്ഞില്ലെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം മനഃപൂർവ്വമല്ല, അപ്പോൾ ടെൻഷൻ കൊണ്ടാണ്. മിക്കി അപ്പോൾ പിടിച്ചേരാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ മാറ്റുക. വിളിച്ചോ, ഞാനിവിടെ ഇരുന്ന് സംസാരിക്കാം. അവിടെ ഇരുന്നോ സ്റ്റാൻഡ് അവിടെ ഇരുന്നു. മിക്കിക്ക് ഇരിക്കാൻ വേണ്ടി സെറ്റാക്കി. 1x ഇടണോ വൈഡ് ഇടണോ? 1x ഇടാം അല്ലേ? അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നിങ്ങളടുത്ത് ഇതിനെ പറ്റിയിട്ട് കുറേ പറയണമെന്നുണ്ടായി. അതായത് ഷാദി മസ്തിനെ പറ്റിയിട്ടും, അതായത് ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ വർക്ക് ആയതുകൊണ്ടും അതിനെ പറ്റി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പറ്റിയിട്ടും എനിക്ക്, അതായത് ആ ഒരു കഥ പോലെ നിങ്ങൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. മിക്കിക്ക് അറിയില്ലല്ലോ കറക്റ്റ് ഒരു സ്ട്രക്ചറിൽ. മിക്കൊന്നും വന്നില്ലല്ലേ? മിക്കിക്ക് എന്തിനാന്ന് മിക്കിക്ക് മഞ്ഞപ്പിത്തം കാരണം അന്ന് പരിപാടിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ തുടങ്ങുക വെച്ചാൽ, ഒരു ദിവസം അനുവിനെ വിളിച്ച്, അതായത് നമ്മളിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ടോക്കൊക്കെ ഉണ്ട്. അനുവിനറിയാം എനിക്കിങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും ഇതൊക്കെ അനുവിനറിയാം. അയ്യോ അപ്പോൾ അതായത് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളതൊക്കെ അനുവിനറിയാം. അപ്പോൾ നമ്മളിങ്ങനെ അതിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടും ഓരോ പ്രൊജക്റ്റിനെ പറ്റി ഇങ്ങനെ സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം
ഞാൻ അങ്ങനെ വണ്ടി പോകുമ്പോഴോ അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അതായത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അനു എനിക്ക് വിളിക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്ന സമയത്ത് അനു പറഞ്ഞ് എന്താണ് എനിക്ക് നമ്മൾ ഞാനും ശ്രീഹരി ചേട്ടനും കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചോദ്യം എനിക്ക് നല്ല താല്പര്യം ഉണ്ട് പറഞ്ഞു. പക്ഷേ എത്രത്തോളം താല്പര്യം ഉണ്ടെന്നും ഇതൊക്കെ ചോദിക്കുന്നതിലുപരി നമ്മളെ കൊണ്ട് അത് പറ്റുമെന്ന് നമ്മൾ സ്വയം ചോദിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് എന്താ അതായത് ഈ എനിക്ക് ഒരു ഇതുണ്ടെങ്കിൽ സെറ്റാക്കുക. കാരണം എന്താ വെച്ചാൽ ബാക്കിയെല്ലാം സപ്പോർട്ട് നമ്മൾ തരുന്നതാണ്. അതായത് നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും പല ഫീൽഡിലും നല്ല മികവ് തെളിയിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഈ പേടിക്കേണ്ട, എനിക്ക് ആഗ്രഹം ഉണ്ടായത് നമുക്ക് അങ്ങനെ ചെയ്യാന്നുള്ള രീതിക്ക് അനു സംസാരിച്ച്. പിന്നെ അതേപോലെ ഇത് നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തപ്പോഴും എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ അവതരിപ്പിക്കണല്ലോ. ഈ ഗ്രൂപ്പ് ഞാൻ ചെയ്യുന്നില്ലേ ഫസ്റ്റ് അതിനാണ് ഗ്രൂപ്പിലിടുന്നത്. അപ്പോൾ അതിന് ഗ്രൂപ്പിലിടുന്നതിന് മുമ്പ് നമ്മളെ ഇടയിൽ ഫുൾ ചർച്ചകൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അത് SBK ഉണ്ട് നമ്മളെ കൂട്ടത്തിലെ ദുൽഖറിൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ. അപ്പോൾ SBKയും ഞാനും SBK DOP ചെയ്യാറുണ്ട്. അപ്പോൾ അനു ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഇങ്ങനെ ഡിസ്കഷൻ നടത്തിയാൽ SBKയുടെ ആണെങ്കിൽ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യണോണ്ട് നല്ല സ്പീഡിലാണ് പറയുന്നത്. ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യണോണ്ട് നല്ല കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കുറേ ടെക്നീഷ്യന്മാരൊക്കെ അറിയാം, അപ്പോൾ അവർ കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും അവർക്കൊക്കെ. അപ്പോൾ ഞാൻ ആൾക്കാരെ സെറ്റാക്കി തരാമെന്നുള്ള രീതിക്ക് SBK സംസാരിച്ചു. അപ്പോൾ നമുക്കിത് എന്തായാലും മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് ഞങ്ങളെല്ലാവരും ഓക്കെ പറഞ്ഞു. അങ്ങനെ അനു ഫസ്റ്റ് ഗ്രൂപ്പ് ഇടും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇന്ന് പഴയ മെസ്സേജൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഗ്രൂപ്പിലത്തെ മെസ്സേജ് നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. അതായത് നിങ്ങൾക്ക് കൂടിയും മനസ്സിലാവും എങ്ങനെ തുടങ്ങിയത്, എവിടുന്നാണ് ഏതാണെന്നുള്ള രീതിക്ക്. അപ്പോൾ ഫസ്റ്റ് അനു പറയാണ്, അതായത് കഴിഞ്ഞ വർഷം 9-ാം മാസം ഏതാ, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ? അനു ആദ്യം പറയട്ടെ ഗ്രൂപ്പിൽ വന്നിട്ട്, നമ്മളെല്ലാവരും ഗ്രൂപ്പ് ഉണ്ടായില്ല, വന്നിട്ട് ബിഗ് അപ്ഡേറ്റ് എല്ലാവരും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ പറയാന്നുള്ള രീതിക്ക്. അപ്പോൾ എല്ലാവരും അപ്പോൾ മെസ്സേജ് ഓൺലൈൻ ഉണ്ട് എന്താ സംഭവം എന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അനു ഒരു വോയിസ് ഇട്ട്, അപ്പോൾ വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം. അതായത് എല്ലാരോടും കൂടിയാണ് പറയാനുള്ളത്. എന്താ വെച്ചാല് ഇപ്പൊ ശ്രീഹരിയില്ല, നമ്മളെ സുമഹാസിദെ കൽബിനകമേ തക്കത്തില് തങ്കത്തില് ആ പാട്ടൊക്കെ ചെയ്ത മൂപ്പരുണ്ട്. അതായത് അഭിലാഷത്തെ ഫുൾ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. മൂപ്പരപ്പം എൻ്റെ ഒരു പുതിയ പാട്ട് വരുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഈ പാട്ട് വേറെ നടന്മാരെ നടിമാരെയൊക്കെ വെച്ചിട്ട് ഓല് വേറൊരു പ്രൊജക്ട് ആക്കിയിട്ട് ഇറക്കാനൊക്കെ അതിന് പ്ലാന്. അപ്പൊ ഞാനത് മൊത്തത്തിൽ അവരോട് സംസാരിച്ച് ഇതൊരു കല്യാണ പാട്ടാണ്, അടിപൊളി കല്യാണ പാട്ടാണ്. അപ്പൊ ആ പാട്ട് നമ്മളെ ഗ്യാങ്ങത്തിൽ ഒരു കല്യാണം നടക്കണം. അതായത് ഫുൾ നമ്മളെ ഗ്യാങ് മാത്രം, നമ്മളെ യൂട്യൂബിലത്തെ ആൾക്കാരും നമ്മളെ സർക്കിളത്തെ ആൾക്കാരും മാത്രം കല്യാണം നടത്തി അതില് ഒരു പുതിയണ്ണൊക്കെ വെച്ചിട്ട് കല്യാണം എൻജോയ് ചെയ്യണം. കുറച്ച് വല്യമ്മമാര് അങ്ങനത്തെ ഒരു തീമിന് ഈ മണിക്കൽമാനല്ലേ കാലിക്കറ്റ് ഫറൂഖത്തെ അവിടെ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസത്തെ ഒരു വീഡിയോ ഷൂട്ടാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് പ്ലസ് ആവും. അതായത് എല്ലാവർക്കും പ്ലസ് ആവും തന്നെ. ആ പ്രൊജക്ട് എന്തായാലും ഹിറ്റ് ആവുന്ന പ്രൊജക്ടാണ് ഇൻഷാല്ലാഹ്. അത്രയും എല്ലാവർക്കും ഭയങ്കര വിശ്വാസമുള്ള പാട്ടാണ് ആ പാട്ട്. അപ്പം അതൊരു പ്രൊജക്ട് ആയിട്ട് വരും, ഒരു മ്യൂസിക് വീഡിയോ ആയിട്ട് വരും, ഒരു വ്ളോഗിന്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ലോക്കൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ആവില്ല. ഇത് വരിക വൺ ഇമ്പാക്ട് ആവും. അപ്പൊ എല്ലാരും അഭിനയിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും റെഡി ആവണം. ഞാനിപ്പോ സംസാരിച്ചു. അപ്പൊ ഗേൾസ് ബോയ്സ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലും നമ്മളെ ഫുൾ ടീമിന്റെ ഫുൾ ഗ്യാങ്ങിന്റെ ഓൺ സോങ് ആയിട്ട് നമുക്ക് പുറത്തു വിടാൻ പറ്റും. ഇതാണ് ആദ്യം ഗ്രൂപ്പ് വിട്ട വോയിസ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. എല്ലാവർക്കും അതായത് നമ്മൾ ഈ ഒരു മ്യൂസിക് വീഡിയോയിലോ അതിലോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല. അപ്പം നമ്മളെ കൂട്ടത്തിൽ ഫാമിലി ആയാലും എല്ലാവർക്കും ഇതിലൊരു ഭാഗമാകാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് ഇട്ടപ്പോൾ ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾ കേൾപ്പിച്ചത്. ഫസ്റ്റ് ഹർഷി മെസ്സേജ് കേട്ടോ, അത് പൊളിക്കോ എന്ന ഡേറ്റ് അത് അടച്ചി. എന്നിട്ട് നേരത്തെ പിന്നെ വരുന്നത് സഫാൻ എന്നാ ഡേറ്റ് എന്നൊക്കെ. പിന്നെയുള്ള സഫാന് പറയുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള മണാലി മലയാളി, അതായത് മുടിയൊക്കെ വളർത്തിയിട്ടുള്ള കേട്ടോ. സഫാൻ ചോദിക്കണേ, അപ്പൊ പെണ്ണിന് കിട്ടുമോ? ഇതൊക്കെയാണ് ചർച്ചകൾ. വലിയ വിഷയമായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ചർച്ചകളാണിത്. പെണ്ണിന് കിട്ടും. അപ്പൊ എന്നിട്ട് നേരെ അസുറിന്റെ റിപ്ലൈ ഉണ്ടായില്, പെണ്ണിനെ കിട്ടൂല പോണവിടുന്ന്. അതിന് ശേഷം അസുറു ആണെങ്കിൽ സ്പോട്ട് കൊടുക്കുക. ആരെന്ത് പറയാലും സ്പോട്ട് കൊടുക്കുന്ന ടീമാണ് അസുറു. അസുറുവിനെ പേടിക്കണം. പെണ്ണിന്റെ മറ്റേ മുടിയും വെച്ചുകൊണ്ട് ഗ്രൂപ്പിൽ ഒന്ന് ചലക്കാം. അല്ല അപ്പൊ അതിനുശേഷം ജാസിറ മെസ്സേജ് ഉണ്ടോ? അല്ല ഇതിപ്പോ ആരെ കല്യാണം അത് കേക്കട്ടെ. ജാസികൻ ഗൗരവ് ഇതാരെ കല്യാണം കഴിക്കാനോ വല്ല നാട്ടിലത്തെ കാക്കന്മാരെ പോലെ അതൊന്നും കേക്കട്ടെ, എന്നിട്ട് നോക്കാന്നൊക്കെ. എന്നിട്ട് പിന്നെ അടുത്ത ഗ്രൂപ്പിലിട്ടോ. ഞാനേ പാട്ട് ഇപ്പൊ മിക്സിങ് മാസ്റ്ററിങ് കഴിഞ്ഞ് കിട്ടും. എല്ലാരും പാട്ട് പുറത്തേക്ക് വിടാതെ സ്റ്റോറി ഒന്നും ഇടാതെ അവനെ വല്ല സ്പീക്കറോ ഹെഡ്ഫോൺസ് ഉണ്ടെന്ന് കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കും.
ഇത് ഞമ്മക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. നമ്മളൊരു വ്ളോഗ് എനിക്കൊന്നും മതി. നമ്മളെ ഈ വ്ളോഗ് അതേപോലെ റീല് എന്നതിലുപരി ഒരു ഇൻഡസ്ട്രി ലെവലിൽ ഒരു മ്യൂസിക് ലേബലിൽ ഒരു വീഡിയോ നമ്മളത് വരാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഉണ്ടാക്കാന്നുള്ളത് ഷുവർ ഷോട്ടാണ്. അപ്പം അതൊന്ന് എല്ലാരും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ഇറങ്ങണം. അപ്പോൾ അനുങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ടെക്സ്റ്റുകൾ ഉണ്ട് ഗ്രൂപ്പിൽ. അതായത് പലരും പല ജോലി, അതായത് ഓരോരുത്തരും ഓരോ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരവരെ ജോലി ഒഴിവാക്കിയിട്ട് അവരവർ വരാമെന്നുള്ളത് മെസ്സേജുകളൊക്കെ ഗ്രൂപ്പിലുണ്ട്. പലരും പല രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാക്സിമം ടിക്കറ്റ് എടുത്തിട്ട് എങ്ങനെയും വരാമെന്നുള്ള, അതായത് എല്ലാവർക്കും അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, മൊത്തത്തിൽ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെസ്സേജ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം വോയിസുകളാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ അനു പറഞ്ഞ വോയിസാണിത്. അതായത് ഞാനിപ്പോ ഇതിൽ ഈ പാട്ടിൽ ചെയ്തിക്കണെന്ന് വെച്ചാല് എന്റെ ശമ്പളം ഉണ്ട് ഈ പാട്ടിന്, അതായത് എനിക്കൊരു സംഖ്യ അടക്കം ഈ പാട്ടിന് കിട്ടും. അപ്പൊ ഞാൻ ഓരോട് പറയണെന്ന് വെച്ചാൽ എന്റെ ശമ്പളം വരെ എനിക്ക് തരേണ്ട പ്രൊഡക്ഷൻ കോസ്റ്റ് അത് ആഡ് ചെയ്തിട്ട്, അതായത് എന്താണ് പ്രൊഡക്ഷന് കോസ്റ്റ് വരും. അപ്പൊ നമ്മൾ കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ വാടക എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ ലേറ്റ് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് പൈസയാവും. അപ്പൊ ഞാൻ അതൊക്കെ എടുത്തിട്ട് എനിക്ക് ആകെ തരേണ്ടത് പാട്ടിന്റെ ഗ്യാങ്ങിന്റെ പാട്ടാക്കി മാറ്റണം, നമ്മളെ ടീമിന്റെ പാട്ടാക്കി മാറ്റണം. ഞങ്ങൾ എല്ലാവരും അഭിനയിക്കാൻ റെഡിയാണ്. അതിൽ മിക്കിക്ക് പ്രൊമോഷൻ കിട്ടും, കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റർക്ക് പ്രൊമോഷൻ കിട്ടും, നിൽക്കേണ്ടവർക്ക് നിൽക്കാം. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ക്രെഡിറ്റ്സിലും കാര്യങ്ങളിലൊക്കെ ഗുണം കിട്ടുന്ന ഒരു പരിപാടിയാണ്. മൊത്തത്തിൽ എല്ലാവർക്കും ഇവന്റ് പ്ലാനേഴ്സിനൊക്കെ ഒരു ഗുണം കിട്ടുന്ന പരിപാടിയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് വാങ്ങിയെടുത്തോ അവരുടെ ഓരോ കയ്യിൽ നിന്ന്. ഇപ്പോൾ തരാന്നാ പറഞ്ഞത്. ഇപ്പൊ ഇതുവരെ മാറ്റമൊന്നുമില്ല തീരുമാനത്തില്. ഇനി പ്രൊഡക്ഷൻ കോസ്റ്റ് ഓവറായി കഴിഞ്ഞാൽ ഒരു ഇത് ഡ്രോപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഓവർ ആക്കാതെ നമ്മളെ സൈഡിൽ നിന്ന് ഇപ്പൊ ക്യാമറ നമ്മളെ സൈഡിൽ ചെയ്യാൻ പറ്റും, എഡിറ്റിംഗ് നമ്മളെ സൈഡിൽ ചെയ്യാൻ പറ്റും, ഇവന്റ്സ് നമ്മളെ സൈഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മേക്കപ്പ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൺകുട്ടികളുടെ മേക്കപ്പ് ഉണ്ടാ ഓൾത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഇത് നമ്മളെ ഗ്യാങ്ങിന്റെ സാധനമായിട്ട് പുറത്തു വരണം. കേരളം നമ്മളെ പാട്ടായിട്ട് ഇത് കാണണം, മനസ്സിലായ? അപ്പൊ ഇൻഷാല്ലാ എല്ലാരും ഒന്ന് കൂടി തരിട്ടാ. എന്താ പറയുക, ഇത് കയ്യിൽ നിന്ന് പോയാല് ഞാനും നിങ്ങളോടൊക്കെ 35 ആളും റിഗ്രറ്റ് അടിക്കും എന്തായാലും. പിന്നെ ഒരു ഇരിക്കുമ്പോ വർത്താനത്തില് മനസ്സൊക്കെ ഇടങ്ങാറോ. കാരണം ഈ പാട്ട് നല്ല നടന്മാരും നടിമാരും അഭിനയിക്കും, ഓല് കൊണ്ടുപോകും, ഓരോ പാട്ടാക്കും, ഹിറ്റാക്കും. എനിക്ക് എന്തായാലും അവിടെ ആയാലും സെയിം റോളാവും. എനിക്ക് അവിടെ ആക്ട് ചെയ്യാൻ റോൾ കിട്ടും. പക്ഷെ എനിക്ക് അവിടെ ആവണമെന്നില്ല. നമ്മളെ ഗ്യാങ്ങിന്റെ സെറ്റായിട്ട് നമ്മള് പാട്ട് വരണം. കുറെ ആയിട്ടുള്ള ആഗ്രഹം. നല്ലൊരു പാട്ട് ഒത്തു വന്നപ്പോ ഞാൻ സംസാരിച്ചിട്ടാണ്. എല്ലാരും ഒന്ന് സഹകരിക്കണം, കൂടെ നിൽക്കണം, ഡേറ്റ് ഫ്രീ ആക്കണം. ആരും ദമ്മിടാൻ നിൽക്കരുത്. ആരും ദമ്മിടാൻ നിൽക്കുന്നത് അത് കേട്ട് അർച്ചു. ഞാൻ ലീവ് എടുത്ത് വരാട്ടോ, നോക്കിട്ട് കാര്യമില്ല. അഭിനയിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു പോവും. അതെല്ലാം സ്റ്റാറോ ഞാൻ വന്നിട്ട് പൊട്ടറേക്കാനല്ലേ. അർഷു കൊറേ കാലായിട്ടോ. അതായത് അർഷു പിന്നെ അതായത് ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അറിയാം അർഷു ഉണ്ടായിരുന്നില്ല, അസുറിന് ഇവരൊക്കെ വരണം നമ്മൾ നന്നായി ആഗ്രഹിച്ചു. പക്ഷെ അവർ ജോലി തിരക്ക് കാരണം അത്രയും ജോലി തിരക്കുള്ളതാണ് അവർ വരാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അവർ വരേണ്ടതാണ്. അപ്പൊ വീഡിയോയിൽ അതുകൊണ്ടാണ് നിങ്ങൾ അവരെ കാണാത്തത്. പാട്ടാക്കളെ എനിക്ക് അത്രയും ഇഷ്ടമുള്ള പാട്ടാ. ഇനിയിപ്പോ ആർക്കും ഇത് പറ്റില്ല, ഇത് ഹിറ്റ് ആയിട്ടില്ലേലും ഈ പാട്ട് സീനാവും. അതായത് ഇത് പറ്റണവർക്ക് നല്ല പറ്റും, പറ്റണവർക്ക് എല്ലാം പറ്റും, പറ്റാതൊരു പറ്റൂല പോടാ. അങ്ങനെയൊക്കെയാണ്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കാരണം ഇതിന്റെ തുടക്കം മുതൽ നിങ്ങൾക്ക് കണക്ട് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെന്താ പസർ നേരെ പറയണേ ടിക്കറ്റ് നോക്കട്ടെ എന്നുള്ളത്. ടിക്കറ്റ് നോക്കട്ടെ, ടിക്കറ്റ് നോക്കിട്ട് ടിക്കറ്റ് ഒക്കെ നാട്ടിൽ നല്ല റോൾ കേട്ടോ. കസാലിയിലെ സ്റ്റേജിന്റെ മുന്നിൽ ഇരുന്നിട്ട് കൈയോട്ടുന്ന റോളൊന്നും തരില്ലേ. അയ്യോ അസർ ഒരു കോമഡി പറഞ്ഞിട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിന്റെ തുടക്കം. ഗ്രൂപ്പിലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഡേറ്റിനനുസരിച്ച് നമ്മൾ ഡേറ്റ് ഒക്കെ നോക്കി ഫിക്സ് ചെയ്തിപ്പോൾ പരിപാടി നടന്നത് സ്റ്റേഡിയം എന്ന് പറഞ്ഞൊരു റിസോർട്ട് ഉണ്ട് കോഴിക്കോട്, അവിടെ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ നോട്ട്സിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി അതായത് ഞാൻ മറക്കരുതെന്ന് വെച്ചിട്ട് മെയിനായിട്ട് ഒന്നാമത്തെ കേസ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അനുവിൻ്റെ അടുത്താണ്. അതായത് അനു നമ്മളെ വിശ്വസിച്ച ഒരു പ്രൊജക്റ്റ് തന്നതിൽ വളരെയധികം സന്തോഷം. കാരണം ക്യാമറ കണ്ടായി കൈമന്താ. അതായത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൽ ഇന്നൊരു ഡയറക്ടറിൽ വിശ്വസിച്ച് അനു തന്നതിലും ഡയറക്ടറിലും ഇതിന് പുറമെ പ്രവർത്തിച്ച മുഴുവൻ ടീമിലും അനു വിശ്വസിച്ച് തന്നതിൽ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എൻ്റെ കുറേ കാലത്ത് ഒരു ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ കുറേ കാലത്ത് ഒരു ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് സാധിച്ചു തന്നതിൽ താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്, എന്നും മനസ്സിലുണ്ടാവും അത്. അതേപോലെ തന്നെ ഓരോരുത്തരുടെ അടുത്ത് പറയണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കഥ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ ഒരു എങ്ങനെയാണ് ഏതാണെന്നുള്ളത്. അപ്പോൾ
ഈ പ്രൊജക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, ഇതുവരെ ഏകദേശം എത്തിയിട്ട്. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഈ ടീം എങ്ങനെ ബിൽഡ് ആയിരുന്നു, അതായത് ഇപ്പോൾ ഈ അതായത് ഒരു മ്യൂസിക് വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു വീഡിയോയുടെ ഫ്രണ്ടിലെ ആൾക്കാർ ഇതൊക്കെ ഓക്കെ, പക്ഷേ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരു ടീം ആദ്യം ബിൽഡ് ആയാലാണ് ഫ്രണ്ടിലത്തെ പരിപാടികൾ നടക്കുള്ളൂ. അപ്പോൾ ഇത് ബിൽഡ് ആവണമെങ്കിൽ അപ്പോൾ എനിക്കെന്താ വെച്ചാൽ എസ് ബി കെ ആണ് ഇതിൻ്റെ പിന്നാലെ ഒരു ലോഡ് നടന്നിരിക്കുന്നത്. എസ് ബി കെക്ക് ബിഗ് സല്യൂട്ട് ഉള്ളത് പറയാമല്ലോ, ബിഗ് സല്യൂട്ട്. കാരണം എസ് ബി കെ ആണ് ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതായത് എസ് ബി കെക്ക് നല്ല കണക്ഷൻ ഉണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഇതുകൊണ്ടൊക്കെ. അപ്പോൾ എസ് ബി കെ കുറേ ആൾക്കാരെ ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയ, അതായത് കൊളാബറേറ്റീവ് എന്നുള്ള രീതിക്ക് അവർ സഹായിക്കാം, എസ് ബി കെൻ്റെ ഇതല്ലേ അതുകൊണ്ട് നമ്മൾ സഹായിക്കാമെന്നുള്ള രീതിക്ക് ഓരോരുത്തർ വന്നിട്ട് അങ്ങനെ വന്ന് ജോയിൻ ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെ കുറേ ആൾക്കാരുണ്ട്. എടുത്ത് പറയേണ്ടത് രാജേഷേട്ടൻ, ഇവർ രാജേഷേട്ടൻ ഉണ്ട്, പിന്നെ രാജേഷേട്ടൻ, അമൃതേട്ടൻ അതായത് ഇതിനേക്കാളും പ്രായം കൂടുതലാണ്. പക്ഷേ ഞാൻ അമൃത് എന്നാണ് വിളിക്കൽ. കാരണം നമ്മൾ ഇതിൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഈ എന്തിനാ ഏട്ടെന്നൊക്കെ വിളിക്കണം, അമൃത് എന്നുള്ളത് മതി. കാരണം പുള്ളി കൊറിയോഗ്രാഫറാണ്. അപ്പോൾ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു നല്ലൊരു ബന്ധമുണ്ട്, എല്ലാവർക്കും നല്ല ബന്ധമുണ്ട്. പക്ഷേ പുള്ളീൻ്റെ അടുത്ത് അങ്ങനെ സ്പെഷ്യലി പറഞ്ഞായിരുന്നു, അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞതാണ്. പിന്നെ എന്താ വെച്ചാൽ ഇതിനെ പറ്റി പറയുന്ന പ്രൊഡ്യൂസർ ഉണ്ട്, ആഷിഖ് ഉണ്ട് പ്രൊഡ്യൂസർ. അതായത് എടാ ഇപ്പോൾ ഒരാൾ ഇത്രയും എമൗണ്ട് ഇതിനൊരു സംഭവത്തിന് ഇറക്കുമ്പോൾ ആ സൈഡിൽ നിന്ന് ആൾക്കുള്ള ഒരു പ്രഷർ നമ്മളോട് ഉണ്ടാവുമല്ലോ. കാരണം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എടാ എന്താ ഏത് അങ്ങനെ ഒരു പ്രഷറും ഇല്ലാണ്ട് എക്സ്റ്റെൻഡ് അതൊക്കെ വലിയ കഥയാണ്. അതായത് എന്താണ്, ഒരു പ്രഷറും ഇല്ലാണ്ട് ഫുൾ സപ്പോർട്ടോടെ എന്താ വേണ്ടി വെച്ചാൽ ആ രീതിക്ക്, അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ സ്പേസിൽ നമ്മൾ ചെയ്തോട്ടെ എന്നുള്ള രീതിക്ക് ബാക്കി വന്നിട്ട് ഒരു അലമ്പും ഒന്നും എന്തായി ഏതായി അങ്ങനെ ഒരു ചോദ്യം ഇല്ലാണ്ട് നല്ല കംഫർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണ് ഇത്. അപ്പോൾ അത് ആഷിക്കാക്ക് ഇരിക്കട്ടെ, അടുത്ത സല്യൂട്ട്. പിന്നെന്താ വെച്ചാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു തോന്നല്. അപ്പോൾ അതായത് ഈ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്നു, അതായത് എന്നെ കൊണ്ട് ഇത് പറ്റുമോ. കാരണം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഇതെങ്ങനെ ചിന്തിക്കേണ്ടത് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സമയത്ത് ഒരു നേരത്തെ പറഞ്ഞില്ലേ ദുബായിന്ന് ആൾക്കാർ, അവിടുന്ന് ആൾക്കാർ, അതായത് ഒക്കെ കൂടി കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റിൽ എല്ലാവരും അവരുടെ സമയവും അവരുടെ ജോലിയൊക്കെ ഒഴിവാക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും ഡിസിഷന് വെയിറ്റ് ചെയ്ത് നിൽക്കാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും റോങ് ഡിസിഷൻ എടുത്താൽ അത് മൊത്തം പാളും. അതായത് ഇത്രയും ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രഷറും ആ ഒരു ടെൻഷനും ഭയങ്കര വലുത്. എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവണില്ല. കാരണം അത്രയും വലിയ ഒരു പ്രഷർ എനിക്ക് ആ സമയത്ത് ആ ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ആൾക്കാരെ നമ്മൾ റിലേ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ മറ്റൊരു സംഭവം, മറ്റേ സാധനമാണ് എനിക്ക് അടിച്ചത്, ബിലീവ് ഇൻ യുവർ സെൽഫ്. പക്ഷേ എന്നെക്കാൾ കൂടുതൽ എന്നിൽ വിശ്വസിച്ച ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കത് കുറച്ചുകൂടിയും സെറ്റായത്. എത്രത്തോളം നമ്മളെ ബിലീവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, പക്ഷെ എന്നാലും എവിടെയെങ്കിലും ഒരു പൊരി ഉണ്ടാവും നമുക്ക്. എനിക്ക് കത്തുണ്ട് തോന്നുന്നത് ഇല്ലേ, നമുക്കൊരു സാധനം ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ. എന്നാലും അപ്പോൾ ആ ഒരു സാധനം മൊത്തം ഫില്ല് ചെയ്ത് തന്നത് നമ്മളെ കൂടെയുള്ള മുഴുവൻ ആൾക്കാരാണ്. അതായത് എന്നെക്കൊണ്ട് പറ്റും, ഈ ചെയ്യ്, നമുക്ക് അന്നെ വിശ്വാസമുണ്ട്, നമ്മളെ ടീമിന് വിശ്വാസമുണ്ട്. കാരണം ബാക്കിയുള്ളവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. പിന്നെ അതേപോലെ ഈ പരിപാടി ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഡേറ്റൊക്കെ സെറ്റായി. നമ്മൾ നേരെ ഇപ്പോൾ ഇതുവരെയൊക്കെ എത്തിയില്ല, ഇനി ഡേറ്റൊക്കെ സെറ്റായി നേരെ ഇനിയിപ്പോൾ ഇവിടേക്ക് എത്തും. അപ്പോൾ അതായത് മറ്റന്നാൾ ഡാൻസ് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളെല്ലാവരും സ്ഥലത്തെത്തി. ഒരു പറഞ്ഞ് 2 ദിവസം മുമ്പ് എത്തണം. കാരണം നമ്മൾ ഡാൻസ് കളിക്കാൻ അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരെ ഞാനടക്കമുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് ബേസിക് സ്റ്റെപ്പുകളല്ല, ഇതിന് കുറച്ച് നല്ല നല്ല സ്റ്റെപ്പുകൾ വേണം. കാരണം കൊറിയോഗ്രാഫി ടീമാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ എല്ലാവരും ഒരുമിച്ച് കളിക്കുകയും വേണം. അപ്പോൾ 2 ദിവസം മുമ്പ് എത്തി ഡാൻസ് പ്രാക്ടീസിന് എല്ലാവരും നിന്ന്, അതായത് ഉറക്കവും ഫുഡടിയും എല്ലാം ഒരുമിച്ച് ഒരേ വീട്ടിൽ. അതായത് കൊറിയോഗ്രാഫേഴ്സ് ആണെങ്കിൽ അവർ കാരണം അവരെ സമ്മതിച്ചിട്ടാണ്. കാരണം വളരെ ബേസിൽ നിന്ന് അവർ ബിൽഡ് ചെയ്തെടുക്കണ്ടേ. അതായത് ഇതിൻ്റെ കൊറിയോഗ്രാഫർ അമൃതയെന്ന്, ഒന്നും അറിയാത്ത ചെക്കന്മാരെ ഇത്രയും ബിൽഡ് ചെയ്തിട്ട് അമൃത ഉണ്ടായിരുന്നു. പിന്നെ ഒരു അസിസ്റ്റൻസ് ആയിട്ട് മാഹിർ, ആൽവി, ഇവരൊക്കെ വൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇവരെ ക്യാരക്ടറൈസ് ആണെങ്കിലും ഇവർ അടിപൊളിയാണ്. കാരണം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മളൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ ക്യാരക്ടർ ആവണമെന്നില്ല. ചിലവർക്ക് ഇതെന്ത് കോപ്പ് പറ്റില്ലെങ്കിൽ പോയിക്കട ആ മൂടാവും. ചിലവർ ഇത് നമുക്ക് വർക്കാക്കി എടുക്കാം, അല്ലെങ്കിൽ അത് റെഡിയാക്കി എടുക്കാം. എനിക്ക് തോന്നിയത് ഈ ഒരു പ്രൊജക്റ്റിൽ ത്രൂ ഔട്ട് ആൾക്കാരും ആ ഒരു മൈൻഡ് സെറ്റിൽ വന്ന ആൾക്കാരാണ്. അതായത് എങ്ങനെയും നന്നാക്കണം പ്രൊജക്റ്റ് എന്നുള്ള രീതിക്ക്, അല്ലാണ്ട് ഒരു ഈഗോ ക്ലാഷോ ഇതൊന്നും ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ ഒരു പ്രൊഡക്ഷൻ ടീം നോക്കുമ്പോൾ ഞാനാണ് പ്രൊഡക്ഷൻ ടീമിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. അതായത് അത് ഏറ്റവും പ്രായം കുറഞ്ഞത് ഞാനാണെങ്കിലും ഡയറക്ടറും ഞാനാണ്. അപ്പോൾ എന്താ വെച്ചാൽ
ഇത്രയും സീനിയേഴ്സാണ് എൻ്റെ മുകളിൽ ഇരിക്കുന്നത്, പക്ഷേ പൊസിഷൻ വൈസ് കാരണം എൻ്റെ ഡിസിഷനും എന്നുള്ള രീതിക്കാണ് ആൾക്കാർ നിൽക്കുക. പക്ഷെ എന്താ വെച്ചാൽ എനിക്കൊരു കോൺഫിഡൻസ് ഓർമ്മയുണ്ടെങ്കിൽ ഈ കൂടെയുള്ള എല്ലാവരും ബൂസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് നമുക്കൊരു എടാ ഇത് എങ്ങനെ പുൾ ഓഫ് ചെയ്തെടുക്കാണല്ലോ, കാരണം ഇത്ര ആൾക്കാർ നിൽക്കല്ലേ. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന എല്ലാവരും, അതായത് ഇപ്പം അമൃതേട്ടനെ പറയാൻ, അതായത് അമൃതേട്ടനെ പറയുകയാണെങ്കിൽ, എന്നോട് പറയേണ്ട അമൃതേട്ടൻ എന്ന് പറയരുത്, അമൃതിനെ പറയുകയാണെങ്കിൽ എന്താണ്, അമൃതാണെങ്കിൽ ഇപ്പോൾ അവനക്ക് കൊറിയോ പരിപാടികൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് കൊറിയോയിലുപരി നമ്മൾ പേഴ്സണൽ ഡിസ്കഷൻ എല്ലാത്തിലും വന്ന് ഹെൽപ്പ് ചെയ്ത്, എന്താ ഡയറക്ഷൻ ഭാഗത്തൊക്കെ ഹെൽപ്പ് ചെയ്ത്, അതൊന്നും ഇവർക്ക് ആവശ്യമില്ല കേട്ടോ, അതൊക്കെ ഞാൻ നോക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇതിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത്, അതായത് ത്രൂ ഔട്ട് എല്ലാവരും അപ്പോൾ അവരതാണ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത്, ത്രൂ ഔട്ട് മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്തിട്ട് പുഷ് ചെയ്ത് വന്നൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ അതിലെല്ലാവർക്കും റോളുണ്ട്. ഇപ്പോൾ ഈ രാജേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, രാജേട്ടൻ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്, അതായത് ആടിൻ്റെ ഒക്കെ ആ പുള്ളിയുടെ ചീഫ് അസോസിയേറ്റ് ആണ് രാജേട്ടൻ. ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ വന്ന് ഉൾപ്പെടേണ്ട കാര്യം അതൊന്നുമില്ല. അപ്പോൾ എന്താ, ഈ SBKൻ്റെ കമ്പനിക്കാരനാണ് രാജേട്ടൻ. അപ്പം അങ്ങനെ വന്ന് കമ്പനിയായി. ഇപ്പം ഞങ്ങൾ കുറേ സംസാരിച്ചപ്പോൾ നമ്മൾ നല്ല കണക്ട് ചെയ്യുക. അപ്പോൾ രാജേട്ടന് ഇതെങ്ങനെയും റെഡി ആക്കണം എന്നുള്ളൊരു മൂഡായി. അപ്പോൾ രാജേട്ടൻ സത്യം പറഞ്ഞാൽ രാജേട്ടൻ അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഇല്ലയെന്ന് തന്നെ പറയാം. രാജേട്ടൻ അതായത് ഓരോരുത്തരും ഇല്ലെങ്കിൽ അവരവരെ ഭാഗത്തുള്ള ഈ സാധനങ്ങൾ പോവും. അപ്പോൾ എല്ലാം കൊണ്ടും കറക്റ്റ് ഒരു സാധനമാണ്. ഒരു ഭാഗത്ത് മിസ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഭാഗം ഇങ്ങനെ മിസ്സായി പോവും. അപ്പോൾ രാജേട്ടനാണ് അതായത് എടാ ഞാനുണ്ട്, എടാ നമ്മളടുത്ത്, അതായത് നമ്മൾ അത്രയും ടെൻഷനായി നിൽക്കണം, ഇത് തോളി വന്ന് കൈയിട്ട് നമ്മൾ പറയില്ല എടാ ഞാനുണ്ട്, എന്തും ഒന്നുകൊണ്ട് പഠിക്കുന്ന സാധനം നമ്മൾ സെറ്റാക്കും. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് SBK ആണ് ഈ ഒരു പ്രൊജക്റ്റിന് ത്രൂ ഔട്ട് ഫുൾ ഓടി നടന്നിട്ടുള്ളത്. എന്തുകൊണ്ടും എവിടം കൊണ്ടും ഓടി നടന്നിട്ട് കുറേ നടന്നിട്ടുണ്ട് SBK. അതായത് ആൾക്കാരെ സെറ്റാക്കണമെങ്കിലും ആൾക്കാർ ത്രൂ കണക്ട് ചെയ്ത്, കാരണം ഇപ്പം എനിക്ക് SBK ഇതൊക്കെ SBKയുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രൊജക്റ്റിന് ശേഷമാണ് ഒരേറ്റ് കമ്പനിയാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇപ്പം ഞാനും അതായത് ക്യാമറ ബാക്കിയിരിക്കണം മിക്കാണ്. അപ്പോൾ ഞാനും മിക്കും കമ്പനി ഇല്ലാതായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാം കണക്റ്റഡ് ആയിരിക്കണം. പക്ഷെ നമ്മൾ കണക്റ്റ് ആവണമെങ്കിൽ ഇപ്പം നമ്മളൊക്കെ പരിചയപ്പെടുത്തി തരണമല്ലോ. അപ്പോൾ SBK ത്രൂ ആണ് ഇതൊക്കെ കണക്റ്റ് ആവുന്നത്. പിന്നെ അതേപോലെ SBKൻ്റെ ആദ്യത്തെ വർക്കാണ് DOP വർക്കാണിത്. അപ്പോൾ SBK വിചാരിച്ചേക്കാളും നല്ല അടിപൊളി ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത്. അതായത് ത്രൂട്ട് SBKയുടെ സാന്നിധ്യം ഈ ഒരു പ്രൊജക്റ്റിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെനിക്ക് എടുത്ത് പറയണം എന്നല്ല ഉണ്ടായിന്. അതേപോലെ എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നുള്ളത് പോസ്റ്റ് പ്രൊഡക്ഷൻ. അതായത് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധനമൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ, എഡിറ്റിങ് ഇതൊക്കെ. അതിൽ കുറേ ആൾക്കാർ പറയാണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ഇതൊക്കെ വീഡിയോ ഒക്കെ ചെയ്തല്ലോ, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അതൊക്കെ ചെയ്ത്, അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യണമല്ലോ. ഇത് എഡിറ്റ് ചെയ്ത് നമ്മളെ ഈ ചമ്മൻ ചാക്കോൻ്റെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയും. ചമ്മൻ ചാക്കോ മറ്റേ ലോക്കോ ഒക്കെ എഡിറ്റ് ചെയ്തേ അതായത് ചെറിയ കുട്ടികൾ എല്ലാവർക്കും പറഞ്ഞു തരും കേട്ടോ. പുള്ളിക്കാരൻ എല്ലാവർക്കും അറിയാം. ഞാൻ നല്ല റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയുടെ അസോസിയേറ്റ് എഡിറ്ററാണ് ഈ നമ്മളെ എഡിറ്റർ, അതായത് ഷബീർക്ക. അപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ അയ്യോ എന്തിനാണ്, അതായത് ഇത്രയും വലിയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓർക്ക് അതിൻ്റെ ഒരു ഈഗോ ക്ലാഷ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടാവല്ലോ. കാരണം ഇനി ഓർക്കൊരു ഇടങ്ങേറാവുന്നത് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളും ഇതിലൊന്നും അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല. നമ്മളിപ്പോൾ നമ്മൾ പറയും ഇത് പോരാ അത് മതി എന്ന്, അത് പറയുമ്പോൾ ഓർക്ക് ഏതറ എന്നുള്ള ആ ഒരു മൂഡ് വരും. അങ്ങനത്തെ ആൾക്കാരായിട്ടാണെങ്കിൽ തീരെ വർക്കാവില്ല. പക്ഷേ ഇതിലൊക്കെ ഉപരി പുള്ളി അടിപൊളിയായിട്ട് നമ്മളെ കൂടെ കോപ്പറേറ്റ് ചെയ്തു, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു, കുറേ സജഷൻസ് പറഞ്ഞു തന്നു, എല്ലാം കൊണ്ടും അടിപൊളിയാക്കി തന്നു. അപ്പോൾ പുള്ളി കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിയൊക്കെ എന്താ വെച്ചാൽ പുള്ളിയും ഇപ്പോൾ SBK ഇവരൊക്കെ ഒരു പടത്തിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, I Am Game എന്ന് പറഞ്ഞത്, ദുൽഖറിൻ്റെ പുതിയ ഇറങ്ങാൻ പോണ പടത്തിൽ. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ രാവിലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങിയിട്ട് രാത്രി 9 മണിക്ക് 8 മണി 9 മണിക്ക് ഷൂട്ട് തീരുള്ളൂ. അപ്പോൾ ആകെ ആ ദിവസം ബാക്കിയുള്ളത് ഈ ഉറങ്ങാനുള്ള ഒരു 8 മണിക്കൂറാണ്. അപ്പോൾ ഇതിൻ്റെ ശേഷം നമ്മൾ എന്നും കൊച്ചി പോവും. ഞാനൊക്കെ കുറച്ചായിട്ട് ഇപ്പോൾ കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ കൊച്ചി പോണ സമയത്ത് എനിക്ക് എന്താണ് എൻ്റെ പാരലിൽ എനിക്ക് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് എൻ്റെ വർക്ക്. അപ്പോൾ ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അവരുടെ അടുത്ത് പോയിരിക്കണമെങ്കിൽ ഇവർ പടം കഴിഞ്ഞിട്ട് വരണം, പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വരണം. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നാൽ ഇവർ അത്രയും ടയർഡായിട്ട്, ഈ ഒന്ന് ആലോചിച്ച് രാവിലെ മുതൽ വൈകിട്ട് ആ സെറ്റിൽ നിന്നിട്ട് അത്രയും ടയർഡായിട്ട് വന്നു. പക്ഷേ ഇവർ ആ ടയർഡ്നെസ് അത് അവിടെ വെച്ചിട്ട് ഇത് ഈ പ്രൊജക്റ്റിന് വേണ്ടി ഡെയിലി ഇവർ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ചെയ്ത സാധനമാണിത്. അപ്പോൾ ഈ അത്രത്തോളം എഫേർട്ട് ഇവർ അതിൻ്റെ പിന്നിലെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ SBK ഇവരെല്ലാവരും രാവിലെ 4 മണി വരെ, ഞാൻ ആലോചിക്കുകയാണ് ഇവർ രാവിലെ 4 മണി വരെ ഇരുന്നിട്ട് പിന്നെ 2 മണിക്കൂർ ഉറങ്ങാണ്ടും, അതായത് അല്ലെങ്കിൽ 2 മണിക്കൂർ ഉറങ്ങിയിട്ട് എങ്ങനെ പിന്നെ ഒരു 6 മണിക്ക് പോണത് വീണ്ടും സെറ്റ് പോവാ. കാരണം സെറ്റിന് ഇതില്ല,
ലീവില്ല. അപ്പോൾ ഇതിങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞായറാഴ്ച ലീവ് കിട്ടി. അപ്പോൾ അതുകൊണ്ടുള്ള കുറേ ഡിലേകൾ നമ്മൾക്ക് വന്നിരുന്നു. അത് ഇവർ സെറ്റിൻ്റെ കാരണം കൊണ്ട്. അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഈ സംഭവത്തൊക്കെ കഴിഞ്ഞാൽ ഇത് കളർ ചെയ്യണമല്ലോ. അതായത് ഇത് ഓരോരോ പ്രോസസ്സാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇത് കുറേ പഠിക്കാൻ പറ്റിയതിൽ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതിൽ മൊത്തത്തിൽ. അപ്പോൾ ഇത് കളർ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ കളറിസ്റ്റിന് കൊടുക്കാം. അപ്പോൾ നമ്മൾ കളറിസ്റ്റ് പറയുമ്പോൾ ബിലാൽക്ക പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബിലാൽക്ക ഞാൻ ചെന്നപ്പോൾ അതായത് നമ്മൾ ഓരോരുത്തരെയും മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ തോട്ടുണ്ട് അവിടെ. അതായത് ഇവരൊക്കെ നല്ല പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. നമ്മളടുത്ത് വരുമ്പോൾ അതായത് നമ്മളെ ഒരു പുച്ഛം വിലാവും ഏതാ എന്നുള്ളൊരു മൂഡിലാവും കാണുമെന്ന് നമുക്കൊരു തോന്നൽ വരും. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ബിലാൽക്ക ഫസ്റ്റ് കണ്ട് സംസാരിച്ച്. അപ്പോൾ ബിലാൽക്കാക്കൊന്നും പേഴ്സണലി അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഭയങ്കര കൂൾ മനുഷ്യൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്താൽ അപ്പോൾ നമ്മളിങ്ങനെ കർഷം അവിടെ ഇവിടെ ഒക്കെ ഇതാക്കുമ്പോൾ കറക്റ്റാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം. അതായത് എനിക്കിതേ പറ്റുള്ളൂ, നിർത്തി പോയിക്കോ, അങ്ങനത്തെ ഒരു മൂടേ ഇല്ല. എടാ ശരിക്കും അങ്ങനെയാടാ. ഇപ്പോൾ ചില ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ സാധനം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുത്തോ, അല്ലേ പോയിക്കോ, എനിക്കിതിലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിലുപരി അങ്ങനെ കറക്ഷൻ ഉണ്ടോ, നമുക്ക് ചെയ്യാം, അത് റെഡിയാക്കാം, അത് അവിടെ ഇതുണ്ടോ റെഡിയാക്കാം, അങ്ങനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ബിലാൽക്ക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്ത തൗഫീഖ് എന്ന് പറഞ്ഞാൽ തൗഫീഖ് വി എഫ് എക്സിൽ വർക്ക് ചെയ്ത തൗഫീഖാണ്. തൗഫീഖ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് VFX. നമുക്കിതിൽ ഭയങ്കര VFX ഒന്നുമില്ല. നമ്മളിടുന്ന ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനത്തെ പരിപാടി ഈ സിനിമ സംഭവങ്ങളിൽ VFX ചെയ്യാറ്. അപ്പോൾ ഇതിൽ പുള്ളിക്കാരനെ നല്ല ഇൻവോൾവ് ചെയ്തിട്ട് നമ്മളെ നല്ല ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് സാരംഗ്, ഓനിൻ്റെ ഒപ്പം കോളേജ് പഠിച്ചതാണ്. അപ്പോൾ ഓനക്ക് ഇങ്ങനെ നന്നായി എഴുതും. അപ്പോൾ ഓനക്ക് ഇതിനെപ്പറ്റി കുറേ ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാനൊരിക്കലും ഓനക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഓന് അതായത് നമ്മൾ പ്രൊഫഷൻ കാരണം നമ്മൾ പാഷന് വിടുമല്ലോ. അപ്പോൾ അവൻ പ്രൊഫഷനിൽ പെട്ടുപോയി. അപ്പോൾ അവനക്ക് പാഷനാണ്, ഇതൊക്കെ വേണം അവൻ്റെ പാഷൻ. അപ്പോൾ ഞാൻ ഒരു ദിവസം അവനക്ക് വിളിച്ചു, എനിക്ക് ഇങ്ങനെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സംഭവത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാൻ താല്പര്യം ഉണ്ടോ ചോദിച്ചു. അയ്യോ എന്ത് ചോദ്യമാടാ, ഞാനുണ്ട് മച്ചാനെ, അങ്ങനെ പറഞ്ഞ് മച്ചാൻ നേരെ കയറി. അതായത് 3 ദിവസം ജോലിയിൽ 3 ദിവസം ലീവ് എടുത്തു, നേരെ നാട്ടിൽ പോന്നു. എന്നിട്ട് പറഞ്ഞു ഞാനുണ്ട്, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഓനടുത്ത് പറയുന്നത് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നല്ല ഹെൽപ്പ് ചെയ്ത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർ ചിലപ്പോൾ ഞാൻ വിട്ടുപോയിണ്ടാവും. അതായത് സെറ്റിലിരിക്കുന്ന സമയത്ത്, അതായത് ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വെള്ളം പോലും കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പ്രൊജക്റ്റിൽ നിങ്ങൾ ഇൻവോൾവ് ആണ്, നിങ്ങളാണ് ആ പ്രൊജക്റ്റിൻ്റെ വിജയം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എടാ, ഒന്നാമത്തെ കേസ് നമ്മൾക്ക് ഉറക്കമില്ല, ഫുഡടി ഭയങ്കര, അതായത് 10 മിനിറ്റ് കിട്ടി. ചില സമയത്ത് ലാസ്റ്റ് ദിവസം അങ്ങനേ ഇല്ല, ലാസ്റ്റ് ദിവസത്തെ കഥ വേറെ കഥ. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ഫുഡ് നമുക്ക് സെറ്റിലാണ് കൊടുക്കുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോ ഇറക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇരിക്കുക. അപ്പം ഇങ്ങനെ സമയത്ത് ഒരു ഫുഡ് നമുക്ക് കിട്ടൂല. കാരണം ഫുഡ് കിട്ടാത്ത എന്താ വെച്ചാൽ ഇതിങ്ങനെ തീർക്കണമുണ്ട്. അപ്പോൾ ഈ സംഭവം ഉള്ളതുകൊണ്ട് ഈ ഡാക്സോണ് അവിടെ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നില്ല. അപ്പം ശ്രദ്ധിച്ചിന് എല്ലാവരും A to Z അവിടെ ചെറുതായിട്ട് പണിയെടുക്കുന്നവരെ ഡാക്സോ പോയി ചോദിച്ചു, വെള്ളം വേണോ, ഫുഡ് വേണോ, എന്തെങ്കിലും വേണോ, കഴിച്ചു, കറക്റ്റ് ചോദിച്ചു. കാരണം എല്ലാവരും എടുത്ത് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ഡാക്സോ. അപ്പോൾ ഒക്കെ കറക്റ്റ് ചോദിച്ച് എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ, എടാ എനിക്ക് കുടിക്കാൻ വേണോ, ജ്യൂസ് വേണോ, റെഡ് ബുൾ വേണോ, അത് വേണോ, ചിക്കൻ പപ്സ് വേണോ, സമൂസ വേണോ, കൊടുത്തരാം, ഫുൾ കൊടുത്തരാം, എന്തുവേണേലും കൊടുത്തരാം. അതായത് കറക്റ്റ് കാര്യങ്ങൾ. അതായത് ഒരാൾ ഹാപ്പിയാണോ, അല്ലെങ്കിൽ ആള് വയറ് നിറഞ്ഞിക്കണോ, കറക്റ്റ് മനസ്സിലാക്കി എല്ലാവർക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജ്യൂസ് കൊടുത്താൽ തന്നിരുന്നു. അതുവരെ ആൾക്കാരൊക്കെ മേടിച്ചിട്ട് ഇതൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അവനൊന്ന് കലക്കി കൊടുത്തു ജ്യൂസ്. അതിൻ്റെ ഒരു വീഡിയോ ഇറക്കാണ്ട്, അല്ലോ ആ വീഡിയോ കണ്ടില്ലല്ലോ, ഇന്റെ മോനെ, അവനൊന്ന് ഉപ്പും മധുരം ഒന്ന് അടപ്പിച്ചിട്ടതാണ്, അതിൽ കുടിക്കുന്ന സാധനം ഇങ്ങനെ. അപ്പൊ ഡാക്സോ, പക്ഷെ ഡാക്സൊക്കെ എത്തിയില്ല. അപ്പൊ ലാസ്റ്റ് പറയണ്ട, അതിൽ ലാസ്റ്റ് എടുത്ത് വെച്ച സാധനം. പിന്നെ 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 കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതിൽ വർക്ക് ചെയ്ത. സ്പോട്ട് എഡിറ്റർ രാഹുലേട്ടൻ, പുള്ളിക്കാരൻ കുറേ ഒപ്പീനിയൻസ് പറഞ്ഞു. ഇതൊക്കെ നന്നായി. എന്താ വെച്ചാൽ ഇതിപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ഈ പുല്ല് വെട്ടാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പുല്ലിൻ്റെ അവിടെ തൊട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പുല്ലിനെ വളരാൻ ഹെൽപ്പ് ചെയ്തൊരു കാരണം. അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്തും എങ്ങനെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ ആരെങ്കിലും പേര് വിട്ടുപോയി അതിൻ്റെ അടുത്ത് ക്ഷമിക്കണം. കാരണം ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും വിട്ടുപോകുന്ന എനിക്ക് പേടിയുണ്ട്, അതാണ്. പിന്നെയുള്ള ചോദ്യം, 2 ദിവസം ഡാൻസ് തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത്. ഷർഫുദ്ദീനൊക്കെ വന്നായിരുന്നു എൻ്റെ ഇടയ്ക്ക്. നിങ്ങളെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നല്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. എനിക്ക് കണ്ടിട്ടില്ലേ? അപ്പോൾ ആ വ്ളോഗിൻ്റെ ഇടയ്ക്ക് ഷർഫുദ്ദീനൊക്കെ വന്ന് സർപ്രൈസ് ആക്കണതൊക്കെ ഉണ്ട്. അന്നാണ് നമ്മൾ കറക്റ്റ് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത്. ഞാനും ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ ബാക്കിലൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അതായത് പിന്നെയാണ് ഇപ്പോൾ ഈ ഡാൻസ് വരെയുള്ളത് കഴിഞ്ഞു. ഇനിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സെറ്റ് വരുന്ന സാധനമാണല്ലോ.
സെറ്റ് ചെയ്യാൻ സംഭവിച്ചാൽ ഞാൻ ഇതിന് മുമ്പ് കുറേ സെറ്റിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കുറേ BTS വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ കൂട്ടുകാരൊക്കെ ഡയറക്ടേഴ്സാണ്, നല്ല നല്ല എഡിറ്റേഴ്സാണ്. അപ്പോൾ ഓരോരുത്തർക്ക് നല്ല ബന്ധമുണ്ട് അവിടുത്തെ. അപ്പോൾ അവർ അതൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതൊക്കെയാണ്. പക്ഷെ എങ്ങനെ വന്നാലും നമ്മളൊരു സാധനം വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് വൺ ടെൻഷനാണത്. അപ്പോൾ തലേദിവസം ഇതൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും റെഡിയായി. ഇപ്പോൾ നമ്മളിങ്ങനെ ഇത് ആക്ച്വലി എങ്ങനെ പരിപാടി വെച്ചാൽ തലേദിവസം നമ്മൾ ഷോട്ട് ഡിവിഷൻ ചെയ്യും. അതായത് നാളെ എന്തൊക്കെ ഷോട്ട് എടുക്കണം, എന്നിട്ട് മറ്റന്നാൾ എന്തൊക്കെ ഷോട്ട് എടുക്കണം. നമുക്ക് 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ മറ്റന്നാൾ എന്തൊക്കെ ഷോട്ട് എടുക്കണം എന്നുള്ളത് മുകളിൽ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് ഷോട്ടിന് ഇരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ 9 മണിക്ക് തുടങ്ങണം. 6 മണിക്ക് ആൾക്കാരെ എണീച്ച് 9 മണിക്ക് തുടങ്ങണം. അപ്പോൾ എല്ലാവരും 6 മണിക്ക് എണീപ്പിക്കുന്ന ഡ്യൂട്ടിയൊക്കെ ഓരോരുത്തർക്കുണ്ട്. അതേപോലെ ഓരോ ഡ്യൂട്ടികൾക്ക് ഓരോരുത്തർക്കുണ്ട്. എണീപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്ത് നമ്മൾ വന്ന് സെറ്റിലിരുന്ന് എങ്ങനെ പോയിട്ടും അത് ആദ്യത്തെ ദിവസമാണോ എന്ന് അറിയില്ല, 11 മണിക്ക് ശേഷമാണ് ഫസ്റ്റ് സംഭവം തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ കയറുകയാണ്. ഇതൊന്ന് തുടങ്ങിയില്ല പോയി, പഠിച്ചോനെ എങ്ങനെ തുടങ്ങണില്ലേ, എങ്ങനെ, മൈ ഗോഡ്, ആ ഒരു ചിന്ത വരില്ലേ. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഷോട്ടൊക്കെ സെറ്റായി. ഞാൻ പറയാണ് എൻ്റെ ഫസ്റ്റ് റോൾ ക്യാമറ ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ കൊണ്ടുപോയി പാളിച്ചു. ഞാൻ ഫസ്റ്റ് റോൾ ക്യാമറ, കാരണം ക്യാമറ ഇവിടുന്ന്, അതായത് റോൾ ക്യാമറ പറയുമ്പോഴാണ് അവിടെ റോളിങ് സാർ എന്ന് പറയും. അപ്പോൾ അതാണ് ക്യാമറ റോൾ ചെയ്യണം അവിടെ. ഞാൻ ഫസ്റ്റ് എടുത്തേക്ക് എന്താ പറയുക, റോളിങ് ക്യാമറ. അപ്പോൾ എല്ലാവരും ഒരു നോട്ടം, എടാ ഡയറക്ടറെ. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും അതായത് അവർക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അവർ റോൾ ചെയ്തു. അതങ്ങനെ പോയി, അതായത് ഫ്ലോയിൽ പോയി. പക്ഷേ ഇതിൽ പീക്കായിട്ട് അറിയുന്നവർ ഇങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാജേഷേട്ടൻ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, എടാ റോൾ ക്യാമറ ആണ്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ നമുക്കൊരു ധാരണയുണ്ട് റോൾ ക്യാമറ എന്ന്. പക്ഷേ ഈ ടെൻഷൻ കാരണം അതൊക്കെ എങ്ങനെയൊക്കെ റോളിങ് ആയിപ്പോയി. അപ്പോൾ ശരിയാണല്ലോ രാജേഷേട്ടാ പറഞ്ഞിട്ട് രാജേഷേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞ്, എടാ അതായത് പുള്ളിക്കാരൻ ഇനിയും ബാഡാക്കണ്ടെന്നുണ്ട് ആൾക്കാർ മുമ്പിൽ നിന്ന്. അപ്പോൾ പുള്ളിക്കാരനും വളരെ റോളിങ് ക്യാമറയാണ് എന്ന് പറഞ്ഞു. അല്ല, റോൾ ക്യാമറ ആണ് ഇങ്ങനെ അങ്ങ് കറക്റ്റ് പറഞ്ഞു തന്നു. അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ കുറേ പഠിക്കാൻ പറ്റി എനിക്ക്. അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് തരിക. പിന്നെ ത്രൂ ഔട്ട് വലിയ ഒരു പ്രൊജക്റ്റാണ്, ഇത്രത്തോളം ആൾക്കാർ കൊളാബറേറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ നന്ദിക്ക് എത്തിയിട്ടില്ലല്ലേ, നമ്മൾ ഫസ്റ്റ് ദിവസത്തെ ഷൂട്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മളെങ്ങനെ വെച്ചാൽ നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ പീക്ക് ടെൻഷൻ, എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് അറിയില്ല. അതേപോലെ തന്നെ ഞാൻ എന്താ വെച്ചാൽ ഇന്നേ വരെ ലൈഫിൽ ഗുളിക എടുത്തിട്ടില്ല, തലവേദനക്കുള്ള ഗുളിക. കാരണം എനിക്ക് എങ്ങനെ 2ാമത്തെ ദിവസം വൻ തലവേദന വന്നു. തലവേദന എന്ന് വെച്ചപ്പോൾ സെറ്റിൽ വരുന്ന ഇങ്ങനെ ഭയങ്കരമായിട്ട് കുത്തൂലേ, ഭയങ്കര തലവേദന, എങ്ങനെ നടക്കില്ല. അവസാനം ഞാൻ ഗുളിക എടുക്കുക. കാരണം തലവേദനിച്ചിട്ട് ഇതിമ്മ ചിന്തിക്കാൻ പറ്റുന്നില്ല. ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾ തലേക്ക് കയറുന്നില്ല. അപ്പോൾ ഞാൻ ഗുളിക കഴിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ തലവേദനക്ക് ആദ്യമായിട്ട് ഗുളിക എടുക്കുന്നത്. അപ്പോൾ അങ്ങനൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക, എന്തായാലും പറയാ, പ്രയാസപ്പെട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 2 ദിവസം പ്ലാൻ ചെയ്തത്. അപ്പോൾ 2ാമത്തെ ദിവസത്തിൻ്റെ ഇടയ്ക്ക് മഴ ഈ ഉണ്ടായിരുന്നില്ലല്ലേ. 2ാമത്തെ ദിവസം നല്ല മഴ ചെയ്തു. അപ്പോൾ 3ാമത്തെ ദിവസത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. ഇനി 3ാമത്തെ ദിവസത്തെ കഥ, അതാണ് വൻ കഥ മക്കളെ. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ദിവസം ഷൂട്ട് കംപ്ലീറ്റ് ആവാത്തതിന് മാത്രമല്ല, മഴ ചെയ്തുകൊണ്ടാണ് 2ാമത്തെ ദിവസത്തെ ക്ലാഷായി. അത് ഇപ്പുറത്തേക്ക് ഇടണം എന്തായാലും. അപ്പം എന്താ വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ രാത്രി ഇങ്ങനെ, അതായത് നമ്മളെ പണി എന്താ വെച്ചാൽ, അത് ഡേ തുടങ്ങാൻ 6 മണിക്ക് എണീച്ചിട്ട് നമ്മൾ പ്ലാനിങ് ചെയ്തിട്ട് ഇങ്ങനെ ഷൂട്ട് തുടങ്ങി പിറ്റേ ദിവസം വൈകിട്ട് ലൈറ്റ് പോണവരെ ഇരിക്കും. എന്നിട്ട് നേരെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ച് ഇപ്പുറത്തുനിന്ന് രാത്രി ഫുഡ് കഴിച്ചാൽ പിന്നെ നേരെ പിന്നെയും വന്നിരിക്കണം. കാരണം ഇന്ന് ഷൂട്ട് ചെയ്തത് എന്താണ് അത് സ്പോട്ടിൽ വെച്ച് നോക്കി, എന്നിട്ട് അതിന് ശേഷം നാളെ ഇനി ഷൂട്ട് ചെയ്യാനുള്ളത് എന്താണ് ഇതൊക്കെ ചാർട്ട് ചെയ്യണം. അപ്പം ഇതിന് അടുത്ത രാവിലെ ആവും. അപ്പം ഇതിന് ഉറക്കില്ലാണ്ട് പിന്നെ എണീച്ച് പോകണം. അതാണ് അതിൻ്റെ ഒരു സർക്കുലർ പരിപാടി. അപ്പോൾ ഇതിങ്ങനെ ആയി. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ എന്താ നോക്കി വെച്ചാൽ, ഇപ്പോൾ 2 ദിവസത്തെ ഷൂട്ട് മൊത്തം കഴിഞ്ഞല്ലോ. ഷൂട്ട് കഴിഞ്ഞതൊക്കെ ചാർട്ട് ചെയ്ത് രാജേഷേട്ടൻ മൊത്തം ചാർട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു തരിക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചാർട്ട് ചെയ്ത് ഇതൊക്കെ നോക്കിയ സമയത്ത് എങ്ങനെയും ഇപ്പോൾ ഒറ്റ ദിവസം 2 ദിവസം ഫുൾ ഷൂട്ട് ചെയ്ത് ഇത്ര സമയം ആയി എന്ന് നമുക്കറിയാൻ പറ്റും. ഇത്ര സമയം ആയത് നോക്കുമ്പോൾ ഈ 2 ദിവസം ഷൂട്ട് ചെയ്തത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതായത് ഇപ്പോൾ സോങ് ഒരു 3 മിനിറ്റ് ഉണ്ട് വെച്ചോ, ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തത് ഒരു 1.5 മിനിറ്റാണ്. ഈ 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സാധനം ഒറ്റ ദിവസം കൊണ്ട് പിന്നെയും ഷൂട്ട് ചെയ്യണത്. ഇനി 1.5 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. എൻ്റെ മോനെ, അന്നാണ് ഞാൻ തീ തിന്ന് അറിയില്ലേ. കാരണം വൻ പ്രഷർ കയറി. എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതായത് ഇപ്പോൾ മാസം കാണിച്ച് പറയുമായിരിക്കും നിങ്ങൾ 1 മിനിറ്റ് കളയാനില്ല എന്നുള്ളത്. പക്ഷെ ശരിക്കും 1 മിനിറ്റ് കളയാനുണ്ടായിരുന്നില്ല ആ ദിവസം.
ഉള്ളത് പറയാലോ 1 മിനിറ്റ് പോലും ആ ദിവസം കളയാനുണ്ടായിരുന്നില്ല. ആ അതായത് ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് വെറുതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ലൈറ്റിംഗ് ടീമിനോട് ആദ്യം പറയണം ഇവിടെ ലൈറ്റ് അപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ ലൈറ്റ് ചെയ്യണ സമയത്ത് ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് അവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഇവിടെ ലൈറ്റ് ചെയ്യാൻ പറയണം. ഇവിടെയാണ് അടുത്ത ഷോട്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റിങ്ങിൻ്റെ സമയം 20, 15, 30 മിനിറ്റ് ഒക്കെ ആയിട്ട് പല ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷനിൽ മാറും. അപ്പോൾ അത് മാറുന്നതിനനുസരിച്ച് അത്രയും സമയം നമുക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കാൽക്കുലേറ്റ് ആ അതായത് ഇപ്പോൾ ലൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് പാരലലി ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആർട്ടുകളും ഇതൊക്കെ ചെയ്യണം. അതായത് ഇങ്ങനെ തൂക്കിയിടലും പരിപാടികളൊക്കെ അങ്ങനെ വൃത്തിക്ക് അതങ്ങനെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഈ ടൈമിൽ പോകണം. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സാധനം കഴിഞ്ഞിട്ട് അടുത്ത സാധനത്തിനുള്ള സമയമില്ല. അപ്പം ഇവിടെ ഒരു സാധനം ലൈറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാരലലി നമ്മൾ ഇപ്പുറത്തെ സാധനം ലൈറ്റ് അപ്പ് ചെയ്യാൻ പറയും. ഇവിടെ നിന്നുള്ള 2-3 ആൾക്കാർ അപ്പുറത്ത് കൊടുക്കും. എന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് അടുത്ത സ്ഥലം ലൈറ്റ് ചെയ്തിട്ട് അവിടെ ആൾക്കാർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഹനാൻക്ക് ഈ ഒരു ഷോട്ടിൽ ഹനാൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാവാം. അപ്പോൾ പക്ഷേ ഈ ഷോട്ടിൽ ഹനാൻ വേണ്ടി വരും. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഈ ഷോട്ട് മൊത്തം കഴിയുമ്പോഴത്തേന് അവിടെ ഹനാൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും സെറ്റാക്കിയിട്ടുണ്ടാവും. സെറ്റാക്കിയിട്ട് നേരെ ഹനാൻ അപ്പുറത്ത് കൊടുക്കും. അങ്ങനെ ഷോട്ട് വരുന്നു. പക്ഷേ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡാൻസിന് വരികയാണെങ്കിൽ അമൃതിന് കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയായിരുന്നു എന്താണ് ഞാൻ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് അതായത് ഈ ഷോട്ട് 10 മിനിറ്റ്, ഈ 10 മിനിറ്റിൻ്റെ മുകളിൽ പോയാൽ ഉള്ള അത് ഓക്കെ ഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. അതായത് ഇപ്പം ഇവിടെ ഈ ഷോട്ട് അടിപൊളിയായി കിട്ടിയൊന്ന് ചിലപ്പോൾ നമ്മൾ റീടേക്ക് അടുത്ത് പോകും. അപ്പോൾ 10 മിനിറ്റിൽ എത്ര ശോകം ഷോട്ടാണെങ്കിലും നല്ല ആ 10 മിനിറ്റിൽ അപ്പുറത്ത് പോകണ്ട. കാരണം എങ്ങനെയാ ദിവസം തീരൂല. അതായത് ഇപ്പോൾ 1.5 മിനിറ്റ് ഷോട്ട് 1 മിനിറ്റ് എടുത്ത് ആ 30 സെക്കൻഡ് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ സോങ് ഇറക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട അവസ്ഥയ്ക്ക് എത്തി. അപ്പോൾ എല്ലാവർക്കും ടൈമർ ചൂടി പറയാടാ എൻ്റെ 10 മിനിറ്റ് ഇപ്പോൾ അമൃത എൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞു. DOP-നോട് പറയും SP-ക്ക് എൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞു, ഇനി ഇതിൻ്റെ അപ്പുറത്ത് കിട്ടുന്ന നടക്കില്ല, കാരണം അപ്പുറത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാൽ ആൾക്കാർ റെഡിയാണ്, ഇത് നിർത്തിക്കോന്നുള്ള രീതിക്ക് അങ്ങനെ ഓടി ഇറങ്ങുന്ന ദിവസമാണ് 3-ാമത്തെ ദിവസം. അതായത് ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും അതേപോലെ സഹചരിച്ച് റീടേക്കും. നമ്മൾ കൂടുതൽ എന്താ വെച്ചാൽ നമ്മൾ ബിഗിനർ ഡാൻസർമാരാണ് എല്ലാവരും. അപ്പോൾ ഒരാൾ ഈ സ്റ്റെപ്പ് ഇടുന്ന ചിലപ്പോൾ അവിടെ പാളിന്ന് വരും. അപ്പോൾ എല്ലാവരും റെഡി ആവണമെന്ന് ഒരു സമയം എടുക്കും. അപ്പോൾ അങ്ങനത്തെ അതേപോലെ എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് നിന്നൊരു സംഭവമാണ്. കാരണം ഇതിങ്ങനെ പോകണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ പറയണം അവിടെ ലേറ്റ് ചെയ്യും അവിടെ സെറ്റാക്കുന്ന ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അത് ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പരിപാടി തീർന്നു അവിടെ. പക്ഷെ എല്ലാവരും ഇതിന് നല്ല രീതിക്ക് കോപ്പറേറ്റ് ചെയ്തിട്ട് ഫുൾ സപ്പോർട്ടോടുകൂടി നിന്നുണ്ട്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരെയും ഒരു അവിടെയൊക്കെ ആയിട്ട് ഒരു കൈത്താങ് കാരണമാണ് ഇത് ഇങ്ങനെ ഒരു നിലയിൽ വിജയിച്ചത്. പരിപാടി വിജയിച്ചെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതായത് എത്തിപ്പെട്ടത് ഷാദി മസ്ജിദ് എന്നുള്ള ഒരു ഫോമിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ അങ്ങനെയാണ് 3-ാമത്തെ ദിവസം കഴിഞ്ഞത്. 3-ാമത്തെ ദിവസം ലാസ്റ്റ് ആയപ്പോഴത്തേനും പിന്നെ സ്പീച്ച് പറയാനൊക്കെ അതായത് ലാസ്റ്റ് പിന്നെ അതായത് എനിക്ക് ഇത്രയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ, വൈകുന്നേരം പിന്നെയും മഴ ചെയ്തു. അതായത് ഇതൊക്കെ ഇത്രയും ടൈം കറക്റ്റ് മാച്ച് ചെയ്തിട്ടും ലാസ്റ്റ് ഒരു മഴ പെയ്തതിൽ ഒരു ചില ഷോട്ടുകൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആകെയുള്ളൊരു ഡിസിഷൻ അതായത് ഉള്ളിൽ നിന്നുള്ളൊരു കൊറിയോ ആണ്. കാരണം ഇൻഡോർ ലൈറ്റ് ചെയ്താൽ അറിയില്ല. അപ്പോൾ ഇൻഡോർ ലൈറ്റ് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞ് കൊറിയോ ടീമിനോട് ഞാൻ പറഞ്ഞ് എടാ ഇവിടുന്ന് ഒരു കൊറിയോ എങ്ങനെയും സെറ്റാക്കി തരണം, കാരണം മറ്റേ ഷോട്ടിന് നമുക്ക് നടപടിയില്ല. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്തിരുന്ന് നമുക്ക് പിന്നെ 8 മണി വരെ സമയമുണ്ട്, 2 മണിക്കൂറുണ്ട്. അപ്പോൾ പറഞ്ഞു നമുക്കൊരു കൊറിയോ സെറ്റാക്കാം, എന്നാൽ അങ്ങനെയാണെങ്കിൽ കൊറിയോ സെറ്റാക്കി പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ലാസ്റ്റ് ഒരു കൊറിയോ, അതായത് മറ്റേ ഒരു പാട്ട് ജന്മദിനോരം ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ലാസ്റ്റ് മിനിറ്റിൽ സെറ്റ് ചെയ്ത് അതല്ല അവിടെ ഉള്ളിൽ നിന്ന് ആ പുതിയണ്ണും ഇതും കളിക്കണ ഒരു ഉള്ളിലത്തെ സീനുണ്ട്. അത് ലാസ്റ്റ് ഷോട്ടാണത്. ലാസ്റ്റ് എടുത്ത ഷോട്ട് സ്പോട്ട് കൊറിയോ ചെയ്ത സാധനമാണത്. അതിൽ ആ കൊറിയോ ടീമിനും അത് പഠിച്ച് സ്പോട്ടിൽ ചെയ്ത ടീമിനും ബിഗ് സല്യൂട്ട്. കാരണം എന്താ വെച്ചാൽ അപ്പം ചെയ്തതാണ് അവർ നല്ല സ്റ്റെപ്പ് അപ്പം സ്പോട്ടിൽ ചെയ്ത്. അപ്പോൾ അതായത് ഇവർ എല്ലാവരും ഇപ്പോൾ ബ്രൈഡാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആർട്ടിസ്റ്റ് ബ്രൈഡ് ദിൽഷാന, അതേപോലെ തന്നെ സ്റ്റിനി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഡാൻസ് കളിച്ചിട്ട് അനാൻ്റെ ഓപ്പോസിറ്റ് നിന്ന്. ഇവരൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പീക്ക് പെർഫോമേഴ്സ് ഈച്ചു അഫി, ആ സീൻ എല്ലാവർക്കും നല്ല പറ്റിയെന്ന് വിചാരിക്കണ്. അതായത് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ എല്ലാവർക്കും അത് പറ്റിയെന്ന് വിചാരിക്കും. ഒരിടത്ത് ഞാൻ ആദ്യം പറഞ്ഞതാ, അതായത് ഇടങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കൊണ്ടേ പറ്റൂ, നിങ്ങളെ സാധനം ഇട്ടാൽ മതി. അങ്ങനെ ഷൂട്ട് ചെയ്ത സാധനമാണ്. സ്പോട്ടിൽ നമ്മൾ
അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയി. അതായത് ഒരു നല്ല കോപ്പറേറ്റ് ചെയ്ത് നിന്ന് അതേപോലെ തന്നെ അവർ ചെയ്ത സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓക്കെ ആവുകയും ചെയ്തു. നല്ല 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 കഴിവുണ്ട് മക്കളെ, കഴിവുണ്ട്. വിജയിക്കും നിങ്ങൾ. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ അതിന് മുമ്പ് പറഞ്ഞ എന്താ മിക്ക ഡാൻസേഴ്സ് അല്ലേ ഉള്ളിൽ നിന്നുള്ള സ്പോട്ട് കുറേ. അപ്പോൾ അവിടുന്ന് ബ്രൈഡ് ആണെങ്കിൽ ബ്രൈഡിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ രാവിലെ മുതൽ രാത്രി വരെ ഡെയിലി ആ ബ്രൈഡിന്റെ കോസ്റ്റ്യൂം ഇട്ടിരിക്കണം. അത് കല്യാണം കഴിഞ്ഞവർക്കറിയാം ബ്രൈഡിന്റെ കോസ്റ്റ്യൂം ഇടുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. അത്രത്തോളം വെയിറ്റും താങ്ങിയിട്ട് മേക്കപ്പ് ഇട്ട് അങ്ങനെ ഇരിക്കാം. എന്നിട്ട് അതിന് ശേഷം 6 മണിക്ക് ശേഷമാണ് ഈ ഡാൻസ് പഠിച്ച് അവിടുന്ന് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കണത്. ഞാൻ പോയി ചോദിച്ച് എന്താണ് സോറി അത്രയും നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുമോ, എന്താണ് അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരിയും നോ പറയാണ്ട് പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്തായിക്കോട്ടെ എനിക്ക് ചെയ്യാം, നമുക്ക് സെറ്റാക്കാന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒന്ന് റെഡിയായി വന്ന്. പിന്നെന്താ വെച്ചാൽ എറണാകുളം പോയി നിന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. അതേപോലെ ഇപ്പോൾ ഷൂട്ടും ഇതൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എഡിറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തൊട്ടും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. ഷബീർ ബ്രോ എന്താണ് ബിലാൽക്കയും തൗഫീഖയും SPK എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കുറേ പരിപാടികൾ. പിന്നെന്താ വെച്ചാൽ ഇതൊക്കെ പാക്ക് ചെയ്ത് വന്ന് ലാസ്റ്റ് ദിവസമായല്ലോ. ഏറ്റവും വിഷയം എന്താ വെച്ചാൽ 27-ാം തീയതി റിലീസ് പറഞ്ഞുകൊണ്ട് ഞാനാണെങ്കിൽ 27-ന് ബാലി. ഞാൻ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ബർത്ത്ഡേ ആണ് 28-ന്. അപ്പോൾ 28-ന് ഞാൻ എല്ലാ പ്രാവശ്യവും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം ബാലിക്ക് വന്നത്, കഴിഞ്ഞ പ്രാവശ്യം കാശ്മീർ ആയിരുന്നു, അതിന് മുമ്പത്തെ പ്രാവശ്യം ഗോവയിലായിരുന്നു. അപ്പോൾ ഈ വർഷം ബാലി ചൂസ് ചെയ്തപ്പോൾ 27-ാം തീയതിയാണ് എൻ്റെ ഫ്ലൈറ്റ്. 27-നാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ 26 നമ്മൾ ചെന്നൈക്ക് വന്നു. അപ്പോൾ പാരലലി ഞാൻ വിളിച്ചിട്ട് കോൾ ത്രൂ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക് എന്തൊക്കെ അവിടെ ഇതാണ്. അപ്പോൾ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് സമയത്ത് ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് കറക്ഷൻ തോന്നിയത്. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സമയത്ത്. അപ്പോൾ ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞിട്ട് ഈ ലാസ്റ്റ് ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്ലൈറ്റിലാവും. ഞാൻ ഇപ്പോൾ നാട്ടിൽ നിന്ന് ചെന്നൈയിൽ നിന്നാണ് നമ്മൾ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി പിന്നെ ബാലിയിൽ എത്തുന്ന സമയത്ത് 4 മണിക്കൂർ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലാണ് എനിക്ക് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പിൽ ഇവരെല്ലാവരും ഓൺലൈനിൽ വരണം. ഞാൻ എന്താ വെച്ചാൽ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് തലേ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞാൽ നാളെ റിലീസ് ചെയ്യാൻ എങ്ങനെ ഇതൊന്നും ഇരുന്നിരിന്ന് പറഞ്ഞിട്ട് ഇവരെ ഈ ഷബീർ ബ്രോ ഉണ്ട്, നമ്മളെ എഡിറ്റർ ഷബീർക്ക. അപ്പോൾ പുള്ളിയുടെ അസിസ്റ്റന്റ്മാർ പാരലലി അവിടെ പോയി നിന്ന് ബിലാൽഖാൻ്റെ ഒപ്പം നിന്ന് അവർ രാത്രി മുഴുവൻ പണിയെടുത്ത് എന്നിട്ട് രാവിലെ ആയി ഒരു ഔട്ട് ഫൈനലിൽ എനിക്ക് എത്തിച്ചു. അപ്പോൾ അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ ഞാൻ എല്ലാവർക്കും രാവിലെ ഇങ്ങനെ വോയിസ് ഇടാം. ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ ചിലപ്പോൾ നെറ്റ് കിട്ടില്ല. എല്ലാവർക്കും രാവിലെ വോയിസ് ഇട്ട് വെച്ച് നേരെ ഫ്ലൈറ്റിൽ കയറി നോക്കിയിട്ട് കറക്റ്റ് ഒരു 12 മണിക്ക് ഇറങ്ങിയപ്പോഴത്തേന് എല്ലാവർക്കും ഇരുന്ന് കോൾ ചെയ്ത്. അതായത് ഇൻ്റർനാഷണൽ റോമിങ് അടുത്ത് വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ എല്ലാവർക്കും കോൾ ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു 4 മണിക്കൂർ ഈ ഒരു 4 മണിക്കൂർ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയെന്ന് അറിയില്ല. ഈ ഒരു 4 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ എല്ലാവരും ഓൺലൈനിൽ വന്നിട്ട് ഞാൻ പാരലലി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അത് ചെയ്ത് SBK ഉണ്ട്, ഞാനുണ്ട്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഓരോ കാര്യങ്ങൾ. എന്നിട്ട് ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ സാധനം അപ്രൂവ് ആയാൽ പോലും ഇത് ഔട്ട് അടിക്കണമല്ലോ. ഔട്ട് അടിച്ചിട്ട് ആ ഔട്ട് ഞാൻ കാണണമെങ്കിൽ അത് സെൻഡ് ചെയ്യാനുള്ള 1/2 മണിക്കൂറുണ്ട്. അപ്പോൾ എങ്ങനെ ടൈം മാച്ചാക്കി നോക്കണം. അപ്പോൾ പക്ഷേ ചെറിയ കറക്ഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റ് ലാസ്റ്റ് സമയത്താണ് ആ സാധനം ഔട്ട് അടിക്കുന്നത്. ഔട്ട് അടിച്ചിട്ട് ഞാൻ ജസ്റ്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഓക്കെയാണ്, സെറ്റാണ്, ഓക്കെ ഗുഡ് ടു ഗോ എന്നുള്ള രീതിക്ക് എല്ലാവരും ഓക്കെ ആയി ഫൈനൽ ഇതിൽ. അങ്ങനെ ഞാൻ പിന്നെ നേരെ ഫ്ലൈറ്റ് കയറുന്നു നാട്ടിലോട്ട്, പിന്നെ ബാലിയിലെത്തുന്നു. ബാലിയിലെത്തിയിട്ടാണ് ഞാൻ ഞാൻ വീഡിയോ കണ്ടിരിക്കണേ. പക്ഷെ പിന്നെ യൂട്യൂബിലത്തെ ആൾക്കാരെ യൂട്യൂബിൽ ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേനും ഇട്ടിരിക്കണം. അപ്പത്തിന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ ഈ ഒന്നും അതിനെ പറ്റിയിട്ടൊന്നും പോസ്റ്റ് ചെയ്യില്ല. ഞാൻ ഫ്ലൈറ്റിലാണ്, ഞാൻ ഒന്നും അറിഞ്ഞില്ല. പറയുമ്പോൾ ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്ലൈറ്റിലാണ്ട് ഒന്നും അപ്പോൾ സ്പോട്ടിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, ഞാൻ ഫ്ലൈറ്റിലായിരുന്നു, അതുകൊണ്ടൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക്. അപ്പോൾ എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ കമൻ്റൊക്കെ വായിക്കുന്ന ആൾക്കാർ എന്തൊക്കെ, അതായത് നമ്മൾ ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം പണിയെടുത്താലും എത്രത്തോളം എഫേർട്ട് എടുത്താലും സ്ക്രീനിൽ അവർ കാണുന്ന ഒരു വീഡിയോ ആണ്, മനസ്സിലായോ? അപ്പോൾ ആ വീഡിയോ അത് അവർക്ക് ഇഷ്ടപ്പെടണം, അതാണ് മാറ്റർ. ആൾക്കാരുടെ അഭിപ്രായമാണല്ലോ അതായത് ഇതിൻ്റെ കോർ ഐറ്റം. അപ്പോൾ ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ കമൻസും ഇതൊക്കെ വായിച്ചപ്പോൾ നല്ല സന്തോഷമായി. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വിചാരിക്കണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ ഉണ്ട്, എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് എനിക്ക് ഇനിയും ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞു തരിക എനിക്ക്. അപ്പോൾ ഞാൻ അടുത്തതിൽ റെഡിയാക്കും ഇൻഷാല്ലാ. അപ്പോൾ താങ്ക് യു സോ മച്ച്. റെക്കോർഡിങ് അമർത്തിയില്ലേ? വല്ലായി
5 മിനിറ്റ് ആണ് നായി ഞാൻ വിളിച്ചോണ്ടല്ലേ ഇതെത്ര? കയ്യോക്കെ 41 മിനിറ്റോ? കയ്യാണെങ്കില് 41 മിനിറ്റോ? 5 മിനിറ്റ് പറഞ്ഞു തുടങ്ങിയല്ലേ? അമ്മേ, യോ സോറി മുത്തേ. 41 മിനിറ്റോ? അല്ലത് ആൾക്കാര് കണ്ടിരിക്കണോ? അയ്യോ ഓക്കല്ലേ. നന്ദി പറഞ്ഞോ. സോറി മുത്തേ. അതായത് എനിക്ക് ബാലിത്തെ വ്ളോഗ് ഇടണമെന്നുണ്ട്, ഇടണ്ടെന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഇതെങ്ങനെ എക്സസൈസ് സോറി ട്ടാ. അപ്പൊ പിന്നെന്താ വെച്ചാല് എടാ ഇതിന്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ട്. എന്താണ്, അനാന്റെ ഉമ്മച്ചി ഉപ്പച്ചി ഇവരൊക്കെ വൻ കോപ്പറേറ്റീവ്. അതായത് ഒരു ഉള്ളി അവരെങ്ങനെ നിർത്താൻ പറ്റില്ല നമുക്ക്, ഉപ്പയമ്മക്കല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കണ ഇടക്ക് ഉപ്പച്ചി ഉമ്മച്ചി ചെയർ ഇട്ടെ. ചില ഷോട്ടിൽ അവർ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ചെയർ ഇട്ടെ. അപ്പൊ കുഴപ്പമില്ല അവനെ, കുഴപ്പമില്ല, സെറ്റാണ്, നമുക്ക് സീനില്ല, സെറ്റാണെന്നുള്ള രീതിക്ക് അവർ സംസാരിച്ചു. അപ്പൊ അങ്ങനെ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യും. അതിന്റെ ഇടയ്ക്ക് വേറൊരു കോമഡി ഉണ്ട്. ഇന്റെ ഉമ്മ വന്നിരുന്നടാ. അപ്പൊ ഉമ്മ ഇത് കാണാൻ വന്നതാ. അപ്പൊ ഉമ്മക്ക് എന്താണ് ഇതൊക്കെ ഇഷ്ടമാണ്, ഈ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഉമ്മ വരുമ്പോ തന്നെ എനിക്ക് ടെൻഷനാ. അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ ഇല്ലാത്ത പോലെ നിന്നോ, ഞാനുള്ളത് നോക്കണ്ടേ എന്നുള്ള രീതിക്ക്. അപ്പൊ അനിയന്റെ അടുത്ത് ഞാൻ ആദ്യം വരാൻ പറഞ്ഞു, റിച്ചുവിന്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ബിഹൈൻഡ് ദ സീൻ എന്തെങ്കിലും വീഡിയോ എടുത്തേ നല്ലതിനുള്ളത്. അപ്പൊ റിച്ചു വരാൻ നിന്നു. അപ്പൊ റിച്ചുവിന്റെ അപ്പം ഉമ്മയും മിജും കയറി പോന്നു. ഞാൻ മിജു ആണെങ്കിൽ എല്ലാവരും കമ്പനി അടിച്ച് പോകാൻ ചില്ലി കിടക്കുക. ഞാൻ കുടുങ്ങി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോത്തിന് എന്താണ് ഈ ഉമ്മച്ചിക്ക് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൽവി എന്ന് പറഞ്ഞ ഡാൻസർ ഉണ്ട്, കൊറിയോഗ്രാഫറിന്റെ അസിസ്റ്റന്റ്. അപ്പോൾ പുള്ളിക്കാരി ഉമ്മച്ചും കമ്പനിയായിട്ട് പുള്ളിക്കാരി ഡാൻസ് സ്റ്റെപ്പൊക്കെ പറഞ്ഞ കൊടുത്തപ്പോഴത്തേനും ഉമ്മച്ചി നന്നായി കളിക്കണ്. അപ്പോൾ ഉമ്മച്ചിനെ പിടിച്ച് നേരെ ഡാൻസ് കയറ്റി. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഫ്രെയിം വെച്ചപ്പോൾ ഉമ്മച്ചി അവിടെ. അപ്പൊ ചേച്ചി എന്തും മതി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് പെട്ടെന്ന് സെറ്റ് ചെയ്താന്ന് പറഞ്ഞു. നോക്കുമ്പോൾ മാഷാ അല്ലാഹ് ഉമ്മച്ചി അടിപൊളിയായി കളിച്ചിട്ടുണ്ട്. വേറെ കോമഡി എന്താ വെച്ചാല്, ഇത് ഇപ്പം 2 ദിവസത്തെ ഷൂട്ട് പറഞ്ഞു നമ്മള്. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഉമ്മ പോവാണ്. അപ്പൊ ഉമ്മ പോയപ്പോഴത്തേനും ഉമ്മ കോഴിക്കോട് നിന്ന് പൊന്നാൻ എത്താനായി. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, അപ്പൊ ടാറ്റതൊക്കെ പറഞ്ഞിട്ടായിരുന്നു. നോക്കുമ്പോൾ ഉമ്മച്ചിയുടെ എല്ലാം ഉമ്മച്ചി ഇതിൽ ഈ ഷോട്ടിൽ തല കാണിച്ചിട്ടുണ്ടല്ലോ, നാളെ കണ്ടിന്യൂറ്റിയിൽ ഉമ്മച്ചി വേണം. ഉമ്മ പൊന്നാനി പോയിട്ട് അതേപോലെ പൊന്നാനി തിരിച്ചു വന്നറാ. അയ്യോ ഞെട്ടിച്ചത് പിന്നെ. എടാ അതായത് ഉമ്മച്ചി കുടുങ്ങിണ്ടാവും ചിലപ്പോ, എനിക്കറിയില്ല കേട്ടോ. അത് ഉമ്മച്ചി അത്ര ആഗ്രഹിച്ചോണ്ടാണോന്ന് എനിക്കറിയില്ല, അതോ കുടുങ്ങിയോണ്ടാണെന്ന് എനിക്കറിയില്ല. ആ അത് വേറെ കാര്യം. അതായത് ഇന്നലെ ഇപ്പൊ പോയ അതേ കോസ്റ്റ്യൂമിൽ തിരിച്ചായോ പറഞ്ഞാല്. അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇനിയിപ്പോ ഇതിൽ വിട്ടുപോയെന്ന് എനിക്ക് പേടി. പടച്ചോനെ, ഇതില് വിട്ടുപോയെന്ന് പേടിയുണ്ട്. ഞാനിൽ വിട്ടുപോയതിന് ക്ഷമിക്കണം ഞാൻ. ഇല്ലല്ലോ. പിന്നെ നമ്മളെ ഇവന്റ് നടന്നത് മിക്കി എന്നെ ഒന്ന് ബാക്ക് കാണിച്ചു കൊടുത്തേ. അതായത് ഇവന്റ് ടീം. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണല്ലോ. അതിൽ മൊത്തം സെറ്റ് ആക്കിയത് ഇവന്റ് ടീമാണ്. മിക്കിയുടെ ഇവന്റ് ടീം, ബി വെഡിങ്സ് എന്ന് പറഞ്ഞ ഇവന്റ് ടീം. ഇവിടെ ഉള്ള എല്ലാ കല്യാണത്തിനും ചെയ്ത് കൊടുക്കണ മൊത്തം പരിപാടികളൊക്കെ നോക്കുന്നത് മിക്കിയുടെ ഈ ബി ഇവന്റ്സ് ആണ്. അപ്പോൾ ബി ഇവന്റ്സ് ആണ് മൊത്തം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്കിക്ക് അന്ന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ മഞ്ഞപ്പിത്തം കാരണം മിക്കിക്ക് വരാൻ പറ്റില്ല. പക്ഷേ മിക്കിയുടെ അസിസ്റ്റൻസിനെ വിട്ട് മിക്കി മുഴുവൻ സെറ്റ് ചെയ്ത്, ഒരു കുറവ് വരുത്താതെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ പരിപാടി നടന്നത് സ്റ്റേഡിയം എന്ന് പറഞ്ഞ റിസോർട്ടിൽ. അപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നബിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ വിളിക്കുന്നുണ്ട് നബിയിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് ഇത്രത്തോളം ഞാൻ 5 മിനിറ്റോട് തീർക്കുമെന്ന് വിചാരിച്ച സംഭവം ഇത്രത്തോളം കുറേ പറയാണ്ട്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ കുറേ സംസാരിക്കും. അപ്പോൾ എല്ലാവരും ഇതുവരെ കണ്ടവർ ഒരു എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാ. നമ്മളെ എല്ലാവരും കൂടിയുള്ള ഒരു വലിയ എഫേർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ്, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വലിയ വ്ളോഗ് കണ്ടതിൽ സന്തോഷം. ബൈ. ഇനിയും നല്ല ഡയറക്ഷൻ പരിപാടികൾ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ എല്ലാവരും ദിവസം ചെയ്യുക. ഇതിൻ്റെ പിറന്നാളിന് വിഷയം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.